ടി ജി നന്ദകുമാർ ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആരോപണങ്ങളാണ് ഇന്ന് ഉന്നയിക്കുന്നത്. ഇന്നിപ്പോ ദീപ്തി മേരി പറയും CP ജയരാജനെ അങ്ങോട്ട് പോയി കണ്ടു എന്നാണ് പറയുന്നത്. എന്താണ് അതിനോട് പ്രതികരണം? ഈ പരസ്പര വിരുദ്ധമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നതിനോട് ഞാൻ പ്രതികരിക്കാനില്ല. ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. ഇന്നലെ പറയുന്നു അത് ഇങ്ങോട്ട് കാണാൻ വന്നുവെന്നും സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ പറയുന്നു അങ്ങോട്ട് ഞാൻ പോയി എന്ന് പറയുന്ന ഇതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് അടിസ്ഥാനം എന്നുള്ളത് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. അത് അവിടെ വെച്ച് തീർന്നു എന്നും പറഞ്ഞതാണ്. 2 വർഷം മുമ്പ് എന്റെ അടുത്ത് വരികയും സംസാരിക്കുകയും ചെയ്തിരുന്നു. സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അതാണ് അതിന്റെ അവസാനം. പിന്നീട് അതിൻ്റെ അകത്തൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് മനുഷ്യനെ അറിയുമില്ല, ഞാൻ അയാളായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല. ബാക്കി എന്തിനിത് പറയുന്നു എന്നുള്ളതിന്റെയൊക്കെ കാരണം ഇന്നിപ്പോ ഞാൻ പി രാജീവ് എന്നെക്കുറിച്ചൊരു കമന്റ് പറഞ്ഞതിന്റെ പേരിൽ അതിന് റിപ്ലൈ ആണ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ കഥ മുഴുവൻ മാറ്റി മറ്റെന്തോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്റെ ക്രെഡിബിലിറ്റിയെ, എന്റെ ഈ കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയൊക്കെ എന്റെ നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ക്രെഡിബിലിറ്റി ഒന്നും എനിക്ക് ഇങ്ങനെ മാറ്റിയും മറിച്ചും പറയുന്ന ഒരാളുടെ മുമ്പിൽ ഇതുപോലുള്ള ഒരാളോട് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യകത വന്നാൽ പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനിക്കും. ഇപ്പൊ നന്ദകുമാർ പറയുന്നത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ദീപ്തി വോട്ട് മാറ്റി കുത്തി, അതിനുള്ള തെളിവ് നന്ദകുമാറിന്റെ കയ്യിലുണ്ട്, ദീപ്തി വീഡിയോ അയച്ചു കൊടുത്തു എന്നൊക്കെയാണ്. എന്താണത്? അതാ ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ പറയുന്നവരോട് എനിക്കൊന്നും മറുപടി പറയാനില്ല. അങ്ങനെ പറയുന്ന ആളുകൾ അത് പ്രൂവ് ചെയ്യട്ടെ. പിന്നെ എനിക്കെതിരെ അനാവശ്യമായ കാര്യങ്ങളുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്റെ നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കും. ഇതുപോലെ ഇഷ്ടംപോലെ തെളിവുകളും വ്യാജമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ആളാണല്ലോ. പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ. അപ്പോ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ക്രെഡിബിലിറ്റി, അത് പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി, മാറ്റി പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി, ഇതൊക്കെ സാധാരണ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിനകത്തൊരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ, കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ കാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എന്റേതായ ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ എന്തിനു വേണ്ടി ഇക്കാലം അത്രയും വർക്ക് ചെയ്തു എന്നുള്ളത് അറിയാവുന്നവരുണ്ട്. അവരത് മനസ്സിലാക്കിക്കൊള്ളും.